ദേ ഗൈസ് കണ്ണം വിളക്കത്തികൾ ഗൈസ്. ഹലോ, എല്ലാവർക്കും നമ്മുടെ വേറൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ യാത്രയായിരുന്നു കേട്ടോ. യാത്ര കഴിഞ്ഞ് കഴിഞ്ഞ് മിക്കവാറും എനിക്ക് തുമ്പലായിരുന്നു. അപ്പം എത്രയൊക്കെ പാടില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഫാമിലെ പണികൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം വന്നപ്പോൾ നമുക്ക് 5:30 കഴിഞ്ഞു കേട്ടോ. തൃശ്ശൂരൊക്കെ പോയി, അമ്മയുടെ അടുത്ത് പോയി, രജിഷേന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി. അപ്പോൾ അവിടെയൊക്കെ പോയി ദേ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറി. നമ്മുടെ പശുക്കളൊക്കെ നമ്മുടെ മക്കളുടെ സഹകരണം കൊണ്ട് പശുക്കളൊക്കെ നമ്മുടെ ഫാമിൽ കയറിയിട്ടുണ്ട്. പിന്നെ മക്കൾ തീറ്റ എടുത്ത് വെക്കാൻ പറഞ്ഞിരുന്നു, പക്ഷെ ഒരു തീറ്റ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. അതിന് എന്ത് പറ്റി? ഇല്ലില്ല, ഈ 2 തീറ്റ വെറ്റില്ല അല്ലേ. ഒരു തീറ്റ കഴിഞ്ഞിരിക്കുക, അതാട്ടോ കുട്ടികളുടെ അടുത്ത് വയ്ക്കായിരുന്നു. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ഒരു തീറ്റ ഒരാൾക്ക് കൊടുത്ത് കറന്നു തുടങ്ങാം. അപ്പം മൊത്തത്തിൽ കണ്ട എൻ്റെ ഫേസ് കണ്ടാലറിയാം, ഞാൻ ഭയങ്കര തലവേദനയുണ്ട്, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്നാലും നമ്മൾ പണി തുടങ്ങാൻ പോവാണ്, കറവ തുടങ്ങാൻ പോവാണ്. 5:30 കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ സമയം. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ നമ്മളോട് സഹകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ശനി ഞായർ നമ്മൾ ആലുവയ്ക്ക് കൊടുക്കാത്ത ദിവസമാണ്. അപ്പോൾ ദേ പണി തുടങ്ങട്ടെ കേട്ടോ. തലവേദനയും തുമ്മലൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വല്ല കുറേ പ്രശ്നങ്ങൾ നമ്മൾ ആലോചിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നല്ലേ. പറ്റുന്ന പോലെ കൊണ്ടുപോകും, പറ്റാതെ ആകുമ്പോൾ നിർത്തും. പക്ഷെ നിർത്തിക്കഴിയുമ്പോൾ ഒരുപാട് പേരുടെ പരാതികൾ കേട്ടേണ്ടി വരും. ഇപ്പം ഈ പാല് കുടിക്കണവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടിക്കണം, മറ്റു പാല് കുടിച്ച് കഴിയുമ്പോൾ ഒമിറ്റ് ചെയ്യാൻ വരുന്ന പറയണത്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ കംപ്ലൈന്റ് വിളിച്ച് പറയും പാല് തരാൻ. ഒരു മിനിറ്റ്, ലൈറ്റ് ഒന്ന് ഇടോ ദേവാ, ലൈറ്റ് ഒന്ന് ഇടോ. പറഞ്ഞോ. പാല് തരാതിരിക്കല്ലേ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴേ നമ്മളെന്താ ചെയ്യുക? നമുക്കാണെങ്കിൽ ഇനി പശുവിനെ കൂടുതലെടുത്ത് ഇതുപോലെ ചെയ്ത് പോകാൻ പറ്റില്ല. എത്ര പശുക്കളാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കൂടുതൽ പശുക്കൾ ഇനി മാനേജ് ചെയ്യാൻ പറ്റില്ല. കൊടുക്കണം നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇനി പശുവിനൊന്നും എടുക്കാൻ പറ്റില്ല. ഓരോന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ യാത്ര, നമ്മുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, പിന്നെ ഇപ്പം അമ്മ ഹോസ്പിറ്റലിൽ പോകലും ഒത്തിരി ബുദ്ധിമുട്ടാണത്. ഓക്കെ. പിന്നെ വിചാരിക്കും ജോലിക്ക് പോകണവരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടല്ലേ, അവരും ഇതിപ്പോൾ തരണം ചെയ്ത് പോകുമല്ലേ. ഇത് നമ്മുടെ ഒരു ചെറിയ നമുക്ക് രാവിലെ വൈകുന്നേരത്തുള്ള ഒരു ജോലിയുള്ളൂ. ഇപ്പം അതുമല്ല, നമ്മുടെ ഈ പശുക്കളെ ഒരു നേരം കറന്നില്ലെങ്കിൽ ഇവർക്കൊന്നും സംഭവിക്കാൻ പോണില്ല കേട്ടാ. മറ്റേ പശുക്കളെ പോലെ അല്ലല്ലോ, കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ് വറക്കണത്. അതുകൊണ്ട് ഇത് നമുക്ക് നിർത്താനായിട്ടുള്ള ഉദ്ദേശമില്ല, ഒരു വരുമാനവുമാണ്. പിന്നെ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ചെയ്യാവുന്ന ഒരു ജോലി, ഈ പശുക്കളെ സംബന്ധിച്ച് നമുക്ക് സൗകര്യത്തിന് ചെയ്യാവുന്ന ഒരു ജോലിയാണ്. ഓക്കെ. പിന്നെ എത്ര പാടില്ലെങ്കിലും ഏത് ബാങ്ക് ഉദ്യോഗസ്ഥരാണെങ്കിലും ഒരു ഡോക്ടറാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്തത്തിൽ പണിക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ ഞാനിത് എന്തിനാ വേണ്ടാന്ന് വെക്കണമെന്ന് ചിന്തിക്കാറുണ്ട്. ചിന്തിക്കും. ഇപ്പൊ ഈ ഫാൻ ഇട്ട് കഴിയുമ്പോൾ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കില്ല കേട്ടോ. ഈ അമൃത ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതുപോലെ ഒരു പശുവിനെ കൊടുക്കാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ആ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിരുന്നു. ഇങ്ങനെ പശു, അപ്പോൾ ആ ഡോക്ടറിനുണ്ട് ഇതുപോലത്തെ ഒരു പശു ഫാം. ഡോക്ടർക്ക് പഠിക്കാതെ കിട്ടിയിട്ടായിരിക്കും, വന്നാലും അവർക്ക് വേണ്ടി മാത്രം വളർത്തുന്നതാണ് പശുക്കള. കേൾക്കൂല പറഞ്ഞു ഈ ഫാനിട്ട്.
നമുക്കൊരു മനസ്സിന് ആശ്വാസമാണ് വീട് വൃത്തിയാവും. ഇന്ന് ഭയങ്കര ഉപകാരം കേട്ടോ. ഇന്ന് നമ്മുടെ മോള് മാത്രമല്ല, മോളുടെ മേൽനോട്ടത്തിൽ നമ്മുടെ മക്കളെല്ലാവരും അത്യാവശ്യം നമ്മളെന്ന് സഹായിച്ചിട്ടുണ്ട്. വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ എനിക്ക് തൊഴുത്തിലെ പണി നമ്മളെ 2 പശുക്കളെ കറക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഇന്ന് ആലുവയ്ക്ക് പോവാത്ത ദിവസമായതുകൊണ്ടേ നമുക്ക് 2 പശുക്കളെ കറക്കുള്ളൂ നമ്മൾ. അപ്പോൾ പിറ്റേ ദിവസം രാവിലത്തേക്ക് അല്ലെങ്കിൽ പാല് കുറവായിരിക്കും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ എല്ലാവർക്കും പാലൊക്കെ കൊടുക്കണേ കേട്ടോ. അപ്പോൾ അങ്ങനെ പശുക്കളുടെ ഫാമിലെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങി. ഇനി പുകയ്ക്കാനുണ്ട്. നമ്മുടെ ഭദ്രമ്മ അവിടെ ഈ വൈക്കോല് കിടന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പുറത്തോട്ട് എടുത്തിടും. അപ്പം ഇനി ഒരു പ്രാവശ്യം കൂടി വന്ന് ഇവിടെ അടിച്ച് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ പണി കഴിയുള്ളൂ. പിന്നെ നമ്മുടെ പാറുമോളുടെ ഇന്നത്തെ ഒരു തോന്നൽ ഭയങ്കര ഉപകാരപ്പെട്ടു അല്ലേ പാറു? ഇവർക്കൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കുട്ടികൾക്കൊക്കെ എപ്പോഴും തോന്നില്ല, ചില സമയങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും അല്ലേ പാറുവേ? അപ്പോൾ പിന്നെ ഇപ്പം ചെയ്ത കാര്യം ഒരുപാട് നന്ദിയോടുകൂടി അറിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇത് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ പാറുവേ? തുണിയൊക്കെ അതേ അലക്കാനിട്ടിട്ടുണ്ട്. അവിടെ ഭയങ്കര മാനേജ്മെൻറ്റിൽ നിന്ന് മാറ്റങ്ങളായിരുന്നു കേട്ടോ. ബെഡ്റൂമിൽ കാണിച്ചു തരാം. അപ്പോൾ തുണിയൊക്കെ അത്യാവശ്യം എന്തേ സ്റ്റാൻഡിലൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നാലും പറയുമ്പോൾ പറയണമല്ലോ. ഞാനിങ്ങനെ ഇത് ഓണാക്കാൻ മറന്നു പോകുന്നപ്പോഴും വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതേ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയേക്കണാണ് ബെഡ്റൂമിൽ. അവർ ബെഡ്ഷീറ്റൊക്കെ വാഷ് ചെയ്ത് ഇവിടെ തന്നെ ഇതേ ഇങ്ങനെ തോരാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രയറിലൊക്കെ ഇട്ടേക്കണോണ്ട് ഇപ്പോൾ ഫാൻ കൊണ്ട് വേഗം ഉണങ്ങിക്കോളും. ഇപ്പോൾ അങ്ങനെ വിരിക്കും ഉണക്കാനിട്ടേക്കണം. അപ്പം എനിക്ക് ഇങ്ങനെ തുമ്മലും ഭയങ്കര തലവേദനയൊക്കെ ആകുമ്പോഴേ നമുക്ക് ഇങ്ങനെ പണി കൂടുതൽ കിടക്കണമെന്ന് ദേഷ്യം വരും. എനിക്ക് പുറത്തോട്ട് പോയാൽ ഞാൻ ആകെ ഇങ്ങനെ ഈ തുമ്മലും പൊടി നല്ല പൊടി ഈ കട്ടിൻ്റെ അടിയൊക്കെ നമുക്ക് അടിക്കണമെങ്കിലും ഈ അരികു മൂലയൊക്കെ ചേർത്ത് അടിച്ചു വരുമ്പോൾ നല്ല പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായത്. ഇവിടെയൊക്കെ അടക്കി പെറുക്കി ന്യൂസ് പേപ്പറൊക്കെ മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ക്ലീനിങ് മോശമാകുമ്പോൾ ഞാൻ ഇവിടെ തല്ലു പിടിക്കും കേട്ടോ. ഓരോ സാധനങ്ങൾ പഴയതൊക്കെ ഇങ്ങനെ എടുത്ത് കൂട്ടി വെക്കുമ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും നമുക്ക് ദിവസവും വരണമല്ലോ വീഡിയോ ആയിട്ട്. അപ്പോൾ അത് അവരും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞോ അമ്മ പുറത്തുപോയിട്ട് വരുമ്പോൾ അമ്മയ്ക്ക് വീട് മെസ്സായിട്ട് ഇട്ടുകഴിഞ്ഞാൽ അമ്മ ഒരു ഭദ്രകാളിയായിരിക്കും. അപ്പൊ അമ്മയ്ക്ക് സന്തോഷം, അമ്മ സന്തോഷിക്കുന്ന ഞങ്ങൾക്കും വലിയ സന്തോഷം, സമാധാനം. അല്ലെങ്കിൽ പിന്നെ ആകെ മൂഡ് ഓഫ് ആവേണ്ട വരും എല്ലാവരും. എനിക്ക് ദേഷ്യം വരും കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. എന്നുവെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എത്ര തിരക്ക് പിടിച്ച് പുറത്തോട്ട് പോയാലും ഞാൻ എപ്പോഴും ക്ലീൻ ആക്കിയിട്ടുണ്ട് വീട്. അത്യാവശ്യം അടുക്കളയും നമ്മൾ ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് പോകും. പിന്നെ വാഷ് ചെയ്യാനൊക്കെ ഉണ്ടാവും, എന്നാലും അതൊക്കെ നമുക്ക് രാത്രിക്കൊക്കെ വാഷ് ചെയ്തിടാം. ആ ക്ലീൻ ചെയ്തിട്ട് മോശമാക്കിയിടുന്ന സമയങ്ങളുണ്ട്. അപ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്. കാര്യം എത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പഴങ്ങനാട് പോകേണ്ട വന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ അമ്മയുടെ അടുത്തോട്ട് തൃശ്ശൂർക്ക് പോകേണ്ടി വരും. അപ്പോൾ യാത്ര ഭയങ്കര കൂടുതലാണല്ലോ. അപ്പോൾ ഈ വിളക്കൊക്കെ കൊടുത്ത് ഇനി കുറച്ച് നേരം നാമം ജപിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് കാണാം. ഹോസ്പിറ്റലിൽ പോകാൻ ഞങ്ങൾ 3 പേരുള്ളൂ. കാരണം സ്കൂളിൽ പോയിട്ടോ. ഞാൻ ദേവൻ കുഞ്ചനും കൂടി ഞങ്ങളുടെ ഈ ബെഡ്റൂം കാണിച്ചുതരാം. ഞങ്ങളുടെ ഈ ഒരു ബെഡ്റൂം ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ പോകും. വലിയ വീട് നോക്ക്. ഇവിടെ കണ്ടോ നല്ല പൊടി. നിങ്ങൾക്ക് ഇത്ര കാണാൻ പറ്റുന്ന അറിയില്ല. എന്നിട്ട് പൊടി ഇവിടെ അയ്യോ കുഞ്ച പിന്നെ കുഞ്ചൻ ഞാനിവിടെ വീഡിയോ എടുക്കാണ്.
ഗൈസ് പാറ ചേച്ചി അങ്ങനെ പറഞ്ഞേട്ടാ കുട്ടിയെ ഹായ് പാറ എന്ത് ചേച്ചി തല കുട്ടി വെച്ച് ആ അവിടുന്ന് തള്ളിയാ പോരില്ല ഇവിടെ മുട്ടിക്ക് വെയിറ്റ് അവിടെ തള്ളല്ലേ അമ്മേ ഇനി തള്ളു തള്ളു ഗൈസ് ഞങ്ങളുടെ അവിടെ കലമ്പാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇതിന്റെ മണ്ടയിലൊക്കെ തുണി ഇടിച്ചിട്ടൊക്കെയാണ് ഗൈസ്. ഗൈസ് എത്രത്തോളം അഴുക്കും പൊടിയൊക്കെ ഉണ്ട് നോക്ക് ഗൈസ്. എന്ത് പെണ്ടായേ ഞങ്ങൾക്ക് എന്തുവാ 4 നമ്മുടെ കാലത്ത് എങ്ങനെ ഉണ്ടായ കൊണ്ട് അതല്ലേ പറഞ്ഞത്. ഞാൻ ഇവിടെ പൊക്കി പിടിക്കുമ്പോ വലിക്കാം അല്ലെങ്കിൽ ഒരു പണി ഗൈസ് ഏകദേശം ഒതുക്കി കഴിയാറായി. ദേവതയെ പണി പിന്നീട് തുടങ്ങി ഗൈസ്. ഈ കുഞ്ചിന് ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ തന്നെ വിമുക്തികളും ചെയ്ത് ഞാൻ വരച്ചു കൊടുത്തു. എന്നിട്ട് ഇത് അത് കൊണ്ടുപോകാൻ പോയി. ഞാൻ കൊണ്ടുപോകാൻ വെച്ചാൽ ഞാനും വരച്ചിരുന്നു. രണ്ടെണ്ണം ഞാൻ ഇങ്ങനെ കൊടുത്തു. ഇവിടെ കൊടിയാണ് എടുത്തേ. ഞാൻ ഇവിടെ കൊണ്ടെടുത്തേ. പറ്റുന്ന വിധത്തില് നമ്മള് ക്ലീൻ ചെയ്തു. ഇതിപ്പോൾ ഞാൻ ദൈവം കിടക്കുന്നത്. നീ ഇപ്പോൾ ഇവിടെ കുഞ്ചു കാണുന്നു. ഇവിടെ ബസ്സാണ് ഇങ്ങോട്ട് ശരിയാക്കാനുണ്ട്. സ്റ്റഡി ടേബിൾ വന്നിട്ട് എവിടേക്ക് വെക്കുക സ്റ്റഡി ടേബിൾ കണ്ടു. അപ്പോൾ ഇന്ന് അമ്മയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തന്നെ കാരണം. ഇല്ലേ ചാ ദേ ആ ഒരു സൈഡിൽ ഈ ബെഡ് കിടക്കുമ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്ന ഒരു കാഴ്ച കാണാം. അല്ലേ മിഞ്ച? ഞാൻ ഇവിടെ ഉണ്ടെന്ന് പോലും അറിയാറില്ല. അല്ലേ മിഞ്ച? ഇവിടൊക്കെ കൂടുതൽ നല്ല കഷ്ടം. എന്താ പറഞ്ഞേ? ബൈ. എനിക്കൊന്നും വേണ്ടാണ്. ഞാൻ പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങേണ്ടി ആവശ്യമില്ല. കുഞ്ഞു പറയണം. ഹലോ ഒന്നും കൂടി ഹലോ. അപ്പം അമ്മയുടെ അടുത്ത് നിന്ന് പോയേക്കായിരുന്നു. അമ്മക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊക്കെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെയും പോകുന്നുണ്ട്. നാളെ ഞായറാഴ്ച, ഇന്ന് ശനിയാഴ്ച പോയി. ഇതിപ്പോൾ നാളെ പോകുന്നുണ്ട്. അമ്മേനെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമമാവും കേട്ടോ. ആ ഒരു ഇതിലാണ് മൂക്കിലൊക്കെ ട്യൂബ് ഇട്ടിട്ടാണ് മൊത്തത്തിൽ യൂറിൻ ട്യൂബ്, മൂക്കിൽ ട്യൂബ്. അപ്പോൾ ആകെ കാണുന്നവർക്ക് വിഷമമാവും. അപ്പോൾ അതുകൊണ്ടാണ് അമ്മേനെ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ ഇനി പിന്നെ ഇന്ന് ഇപ്പം രാവിലത്തെ പണിക്കാരൊക്കെ വേഗം കിടന്ന് ഉറങ്ങി കേട്ടോ. ഇപ്പോൾ ചേട്ടായിമാരുള്ളൂ. ചേട്ടായിമാർ ടി വി എല്ലാം കാണാനിരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഇത് ഹോളിഡേ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇന്ന് ടി വി കാണാനും മൊബൈലിൽ സിനിമ കാണാനുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അവർ. മറ്റേ പെൺകുട്ടികൾ രണ്ടുപേരും ഉറങ്ങി. കുഞ്ഞപ്പന് വല്ല കോമഡി ഉണ്ടോ? ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.